അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നലെ മോനെ ഒരുപാട് കരഞ്ഞു ആലി. രാവിലെ ചായ കുടിയും കഴിഞ്ഞ് അടുക്കളയിൽ കാപ്പി ഉണ്ടാക്കുന്ന തിരക്കിലാണ് ആലിയും ഫാസിലയും. അപ്പോഴാണ് മോൻ ഇന്നലെ കരഞ്ഞ കാര്യം ആലിയ ഫാസിലയോട് പറഞ്ഞത്. ഒരുപാട് നേരം കരഞ്ഞു. പിന്നെ ഞാൻ എടുത്ത് കുറച്ച് നേരം കൊണ്ടു നടന്നപ്പോഴാണ് കരച്ചിലൊക്കെ മാറി കിടന്നുറങ്ങിയത്. പാവം, അവനൊരു ഉമ്മച്ചിക്കുട്ടിയായിരുന്നു ആലി. ആരൊക്കെ ഉണ്ടെങ്കിലും അവൻ എപ്പോഴും അവൻ്റെ ഉമ്മയുടെ കയ്യിൽ തൂങ്ങിയാടി ആണ് നടന്നിരുന്നത്. മറ്റു രണ്ടു പേർക്കും ഇക്കാക്കയോടാണ് പ്രിയം. പിന്നെ ഞങ്ങളുടെ വീട്ടിലൊക്കെ അവർ വന്ന് നിൽക്കും. പക്ഷേ ഈ മോൻ മാത്രം അവളെ വിട്ട് എങ്ങോട്ടും പോകില്ലായിരുന്നു. എൻ്റെ കൂടെ വലിയ മക്കളൊക്കെ വരും നിൽക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു കുട്ടി എപ്പോഴും ഉമ്മാൻ്റെ കൂടെ മാത്രം. ഉമ്മച്ചി ഉണ്ടെങ്കിൽ മാത്രമേ അവൻ പോവുള്ളൂ. അവൻ ഉറങ്ങിയാലും ഉണർന്നാലും ഒക്കെ അവളെ വേണം. ഒരു നിമിഷം അവളെ കണ്ടില്ലെങ്കിൽ കരച്ചിലായിരുന്നു. പക്ഷേ അവൾ മക്കളെല്ലാം ഉപേക്ഷിച്ച് പോകുന്നതിന് മുന്നേ എന്ത് പറഞ്ഞിട്ടാണ് കുഞ്ഞുമോനെയും കൊണ്ട് അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയതെന്ന് എനിക്ക് എപ്പോഴും അറിയില്ല. കുട്ടി ഒരിക്കലും അവളില്ലാതെ നിൽക്കില്ലായിരുന്നു. എന്തൊക്കെയാണ് ആ കുട്ടിയോട് പറഞ്ഞതാവോ. അവരെല്ലാം മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇവിടുന്ന് എല്ലാം ഉപേക്ഷിച്ച് പോകുമ്പോൾ മക്കളൊരു വിലങ്ങുതടിയാകാതിരിക്കാൻ അവൾ ആദ്യമേ കുട്ടികളെ മാറ്റി നിർത്തി. അവളെ വിട്ടുമാറാത്ത കുഞ്ഞാണ് കുഞ്ഞുമോന്. പാവം, പെട്ടെന്ന് ഉമ്മയില്ലാതായതോടെ അവനൊരു പിടിവാശിക്കാരനായി. ഏതു സമയവും ഉമ്മയെ വിളിച്ച് കരച്ചിലായി. രാത്രി ഉറക്കമില്ല, എന്തൊക്കെയൊരു പൊറുതേട്. ഇപ്പോൾ അവൻ എന്തോരം മാറിയെന്നറിയോ ആലി. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ആദ്യത്തെ 5-6 മാസം. ഞങ്ങൾ അവൻ എത്ര ബുദ്ധിമുട്ടിയാണെന്നോ നോക്കി നടന്നത്. കാരണം അത്രക്കും ഉമ്മാൻ്റെ ഒപ്പം നടന്നിരുന്ന കുട്ടി ഒരു നിമിഷം പെട്ടെന്ന് ഉമ്മയെ കാണാനില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ വേദന എന്തായിരിക്കും. രാത്രിയൊക്കെ എങ്ങനെയെങ്കിലൊക്കെയാണ് ഒന്ന് ഉറക്കുന്നത്. ഉറങ്ങൂല്ലായിരുന്നു, ഭയങ്കര കരച്ചിൽ തന്നെയായിരുന്നു. കരഞ്ഞ് കരഞ്ഞ് തളർന്ന് ഭക്ഷണം കഴിക്കൂല. എനിക്കെൻ്റെ ഉമ്മച്ചിയെ വേണം, ഉമ്മച്ചി തന്നാലേ ഞാൻ ഭക്ഷണം കഴിക്കൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു കുട്ടിക്ക്. എന്താ ചെയ്യുക. ഇനി ഉറക്കിയാൽ തന്നെ ഉറങ്ങിക്കഴിഞ്ഞ് വീണ്ടും ഉമ്മ എന്ന് വിളിച്ച് ഒരു കരച്ചിലുണ്ട്. അല്ലാ, അങ്ങനെ ആ കുഞ്ഞ് വിതുമ്പി വിതുമ്പി കരയും. ഉമ്മ എനിക്ക് കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. എത്ര ദിവസം ശ്വാസം കിട്ടാതായിട്ടുണ്ടെന്നോ അവളെ ആലോചിച്ചിട്ട് ആ പൊന്നുമോൻ കരയും. എന്താ ചെയ്യുക. അങ്ങനെ ശ്വാസം കിട്ടാതായിട്ട് പേടിച്ചിട്ട് എത്ര ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നോ. അത് ശ്വാസം പിടിച്ചങ്ങ് നിൽക്കും. പിന്നെ ശബ്ദം പുറത്തേക്ക് വരില്ല. കണ്ണുകൾ അങ്ങനെ മേലോട്ട് പോകും. അതേത് നിമിഷം എന്തെങ്കിലും സംഭവിക്കും എന്നിവർ തോന്നിപ്പോകും. അത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വെപ്രാളം കയറും. പിന്നെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പോയ കാര്യങ്ങൾ ഓരോന്നും പറയാതിരിക്കുന്നതാണ് ഭേദം. ആ കുഞ്ഞുങ്ങൾ ഇതൊക്കെ അനുഭവിക്കുമെന്ന് പഠിച്ച മുമ്പേ എഴുതി കാണും. അടുക്കളയിലെ ജോലികൾ ഒതുക്കുന്നതിനിടയിൽ ഫാസിൽ ഒരു നിശ്വാസത്തോടെ പറഞ്ഞു നിർത്തി. അല്ലാ. അവളെ കേട്ടു നിന്നവളിൽ നിന്നും ഒരു ദീർഘനിശ്വാസം ഉയർന്നു. ഒരു പുരുഷനെ ഒരു സ്ത്രീ വെറുക്കാനുള്ള കാരണം എന്താണ് ആലിക്കറിയോ? ഫാസിലിയുടെ ചോദ്യം കേട്ട് ആലിയ അവളുടെ മുഖത്തേക്ക് നോക്കി. നിന്റെ കഴിഞ്ഞു പോയ ജീവിതത്തിൽ നീ ഒരുപാട് ദുഃഖങ്ങളും വേദനകളൊക്കെ അനുഭവിച്ചു. എന്നിട്ടും നീ ഒരുപാട് സഹിച്ച് ആ ബന്ധത്തിൽ തന്നെ തുടർന്നു. പക്ഷെ ഇവിടുത്തെ സാഹചര്യം അങ്ങനെയാണോ? നീ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് അങ്ങനെ നിന്നിരുന്നത്. എന്നാൽ ഇവിടുത്തോൾക്ക് എന്ത് സുഖമായിരുന്നേടി, എത്രമാത്രം സുഖമായിരുന്നു. അവൾ പറഞ്ഞതിൻ്റെ അപ്പുറം ഉണ്ടായിരുന്നില്ല ഇവിടെ. എൻ്റെ ഇക്കാക്ക് അങ്ങനെയുള്ള യാതൊരു വിധ മോശ സ്വഭാവമുള്ള ഒരാളായിരുന്നില്ല. അവളോടൊന്ന് അനാവശ്യമായി ദേഷ്യപ്പെടാറ് പോലുമില്ല. ഇന്ന് വരെ ഒന്ന് അടിച്ചിട്ട് പോലുമില്ല. എന്നിട്ടും അവൾ ഈ വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിനക്കറിയോ ആലി? എൻ്റെ ഇക്കാക്കല്ലാതെ അതൊന്നും ആരും ക്ഷമിച്ചു കൊടുക്കൂല. ആലിയ കണ്ണുകൾ തോർത്തിക്കൊണ്ട് പറഞ്ഞു. നീ ഈ വീട്ടിലെ മുറ്റത്ത് കിടക്കുന്ന കാറുകൾ കണ്ടോ ആലി? ഇന്നോവയും ബുള്ളറ്റും താറുമടക്കം അവൾക്ക് വേണ്ടി വാങ്ങിയ സ്കൂട്ടി വരെയുണ്ട്. താറ് വാങ്ങാൻ പോയപ്പോൾ അന്ന് വലിയ പ്രോബ്ലമായി. ഫാസില ഒരു ചിരിയോടെ തിരിഞ്ഞു ആലിയെ നോക്കി പറഞ്ഞു തുടങ്ങി. ഞാൻ പറഞ്ഞിട്ടില്ല ആലി, അവൾക്ക് അവരുടെ ഒരു കാര്യങ്ങളും ഞങ്ങൾ അടുപ്പിക്കുന്ന ഇഷ്ടമല്ല. അവൾ പോകുന്നതിൻ്റെ കുറച്ച് മാസങ്ങൾ മുമ്പെയാണ് അവർ താറെടുക്കുന്നു എന്ന് പറഞ്ഞത്. അങ്ങനെ താറെടുക്കാനായി പോകുന്നതിൻ്റെ അന്ന് നമ്മൾ മാത്രം മതിയെന്ന് അവൾ ഇക്കായോട് പറഞ്ഞു. അതെ, ഫാസിലാനെ മക്കളൊന്നും കൂട്ടണ്ട,
നമ്മളെ വണ്ടിയാണ്, അപ്പോൾ നമ്മൾ മാത്രം കൂടിയാൽ മതി, വേറെ ആരെയും കൂട്ടണ്ട. എന്നാൽ ഇക്കി അത് സമ്മതിച്ചു. പിന്നെ വിളിച്ചു പറഞ്ഞു, ആ ഫാസില, വണ്ടി എടുക്കാൻ പോവണ്ടടി. നമുക്ക് സന്തോഷമായിരുന്നു, എടുക്കട്ടെ എന്ന് ഞങ്ങളും കരുതി. അതെ, അതൊരു രസമാണ്, എല്ലാവരും കൂടി പോയി ആ ഒരു കീ വാങ്ങുന്ന രംഗൊക്കെ. അതും അത്ര വലിയ വണ്ടിയൊക്കെ വാങ്ങാൻ പോവല്ലേ. കുറച്ചൊന്നുമില്ല, പെങ്ങളല്ലേ, സാരല്ല, ആയിക്കോട്ടെ, അവർ സുഖിച്ച് ജീവിക്കട്ടെ എന്ന് ഞങ്ങളും കരുതി. പക്ഷേ അവളുടെ മനസ്സിൽ നമ്മൾ മാത്രം മതി. ഇക്ക എന്ന് പറയുമ്പോൾ അവളും ഇക്കാക്കയും മക്കളും മാത്രം മതി എന്നാണ് ഉദ്ദേശിച്ചത്. വാപ്പായെ കൂടെ കൊണ്ടുപോയത് അവൾക്ക് തീരെ ഇഷ്ടമായില്ല. ഉപ്പയെ തന്നെ കൊണ്ടുപോണ്ടെന്ന് പറഞ്ഞു. ഉപ്പാനൊന്നും കൊണ്ടുപോണ്ട, ആ വയസ്സായതിനപ്പോൾ വലിച്ചേറ്റി കൊണ്ടുപോവാ വണ്ടി എടുക്കാനേ, ഉപ്പാനെ കൊണ്ടുപോണ്ട. അത് പറഞ്ഞു ഇക്കാക്ക പറഞ്ഞു. അതെന്താ അങ്ങനെ? ഉപ്പയെ കൊണ്ടാതിരിക്കാനും പറ്റൂല. പക്ഷെ അവൾക്ക് ദേഷ്യമായിരുന്നു. നമ്മൾ മതിയിലേക്ക, എന്തിനാണ് അവരൊക്കെ എന്നായിരുന്നു അവൾ പറഞ്ഞത്. അവിടെ ചെന്നപ്പോൾ താക്കോല് കൈമാറിയതും വണ്ടി ആദ്യം എടുത്തതൊക്കെ എൻ്റെ ബാപ്പയായിരുന്നു. ബാപ്പ ഡ്രൈവിംഗ് സീറ്റിലും ഇക്കാക്ക കോ ഡ്രൈവിംഗ് സീറ്റിലും അവളും മക്കളും പിറകിലും. അതൊന്നും പറ്റിയിട്ടില്ല മൂപ്പത്തിയർക്ക് ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം, അതായിരുന്നു ആഗ്രഹം. ആ അന്ന് ആ കാറിൽ നിന്നും അവൾ ചാടിയില്ലെന്നേ ഉള്ളൂ, അത്രക്കും ബഹളമായി. ബാപ്പ കൂടെ പോയത് ഒന്നാമത് അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു. ആ കൂടെ ബാപ്പ ഡ്രൈവ് ചെയ്തതും അവളെ പുറകിലിരുത്തിയതൊക്കെ അവൾക്ക് വല്ലാതെ ഇൻസൾട്ടായി. അവൾ അപമാനിച്ചെന്നും കളിയാക്കിയെന്നും ഒക്കെ പറഞ്ഞ്, കളിയാക്കാൻ വേണ്ടിയാണ് അവളെ കൂടെ കൂട്ടിയതെന്നൊക്കെ പറഞ്ഞ് വലിയ സംസാരങ്ങളായി. നമ്മൾ മാത്രം മതിയെന്ന് അവൾ തന്നെയാണ് പറഞ്ഞത്. ആ നമ്മളിൽ എൻ്റെ ബാപ്പയില്ലായിരുന്നു അലി, സത്യമായിട്ടും എൻ്റെ ബാപ്പയില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഇക്കാക്കാക്ക് നമ്മളെന്ന് പറഞ്ഞപ്പോൾ അതിൽ ബാപ്പായും ഉൾപ്പെടും. ഈ വീട്ടിൽ താമസിക്കുന്നവരാണ് ഓരോ ആവശ്യത്തിനായി വീട്ടിലത്തെ ഒരു ആവശ്യത്തിനായി പോയത്. അതിൽ നിന്ന് ബാപ്പായെ ഒഴിവാക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് ഇക്കാക്ക പറഞ്ഞത്. ആ വാക്കനുസരിച്ചാണ് ആ വീട്ടിലുള്ളവർ മാത്രം പോയത്. എന്നിട്ടും അവർക്ക് പ്രശ്നമായി. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കാലി, ഇതൊക്കെ ഒരു പുരുഷന് വെറുക്കാനുള്ള കാരണങ്ങളാവോ? ആ പ്രശ്നത്തിന് ശേഷം അവൾ മക്കളെയും കൊണ്ട് 10-20 ദിവസത്തോളം അവളുടെ വീട്ടിൽ പോയി നിന്നു. ആ താറെടുക്കാൻ പോയപ്പോൾ, വണ്ടി എടുക്കാൻ പോയപ്പോൾ സ്വന്തം ഉപ്പാനെ കൊണ്ടുപോയതിൽ എന്തെല്ലാം തെറ്റിപ്പോയി നിന്നോ അവളുടെ സ്വന്തം വീട്ടിലേക്ക്. ഇക്കാക്ക് വിളിക്കാനും പോയില്ല, അവൾ തന്നെ താനേ തിരിച്ചു വന്നു. അവൾക്ക് മനസ്സിലായി ഇവിടുത്തെ സുഖം അവിടെ കിട്ടൂലല്ലോ. അവിടെ അവൾ കുറേ ദിവസം വരുമെന്ന് കരുതി നിന്നു. ലാസ്റ്റ് തിരിച്ചു വന്നു. മക്കൾക്ക് ഉപ്പയെ കാണണം, സാധനങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ. പക്ഷേ ആ സംഭവത്തോടെ പിന്നെ ഒരിക്കലും എൻ്റെ ബാപ്പ അവരുടെ കൂടെ വണ്ടിയിൽ ഒരു സ്ഥലത്തും പോയിട്ടില്ല. അതെ, ഇക്കാക്ക് വിളിക്കും, ഫൈസി വിളിക്കും, ഉപ്പ പോരിപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ പറയുമോ, വേണ്ട മോനെ, എന്തിനാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കണേ? കാരണം മരുമകൾ തെറ്റിപ്പോവല്ലേ. ഉപ്പാനെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുമ്പോഴും ഉപ്പാനെ കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നെ അവൾക്ക് മിണ്ടാട്ടല്ല, ബഹളം, കളിയാക്കണം, അങ്ങനെ എങ്ങനെ എന്താ ചെയ്യാം? ബാപ്പായെ ചൊല്ലിയുള്ള ആ തർക്കം ആ മനുഷ്യന് സഹിക്കാവുന്നതിലും അപ്പുറം വേദനയായിരുന്നു. പാവാണ് എൻ്റെ ഉപ്പ, അതൊക്കെ കേട്ട് സഹിച്ചു. എൻ്റെ ഇക്കാക്ക് അന്ന് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് അവളുടെ സ്വഭാവം ഓർത്തിട്ട്. കാരണം സ്വന്തം ഉപ്പയെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പെണ്ണിൻ്റെ അവസ്ഥ? ഒരു പെണ്ണിന് എന്തുമാത്രം അഹങ്കാരം കാണിക്കാമോ അതിൻ്റെ ഏറ്റവും ഉയർന്ന ലെവലിൽ അവൾ വീട്ടിൽ അഹങ്കാരം കാണിച്ചിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ അവൾ എവിടെ? തലമറന്ന് എണ്ണ തേച്ചതിന് പടച്ച റബ്ബ് കൊടുത്ത് തിരിച്ചടി തന്നെ. ഇന്ന് അവൾക്ക് താറുമില്ല, ഇന്നോവയില്ല, ബൈക്കും ഇല്ല, സ്കൂട്ടി ഇല്ല, കാറും ഇല്ല, ഒരു കുന്തവും ഇല്ല. ഇവിടെയുള്ളതെല്ലാം കെട്ടിപ്പിടിച്ച് വെച്ച് സ്വന്തമായി അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയെന്നു. ഇപ്പോൾ അവൻ്റെ കൂടെ ഇങ്ങനെ ജീവിക്കുന്നെന്ന് ആർക്കറിയാം? എന്തായാലും ഒരു കാര്യം എനിക്കറിയാം, ഒരു സുഖമില്ലാത്ത ജീവിതമായിരിക്കും ഓൾക്ക്. എൻ്റെ ഇക്കാക്ക കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം തീരുന്നതോടെ തുടങ്ങും അവളുടെ കണ്ടകശനി. തെണ്ടിത്തിരിഞ്ഞ് ഒരു നാൾ നമുക്ക് മുന്നിലവൾ വന്നു നിൽക്കും. ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും ആ കാഴ്ച കാണാനായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. വല്ലാത്തൊരു ആനന്ദത്തോടെയാണ് ഫാസില അത് പറഞ്ഞത്. അപ്പോഴാ ചുണ്ടുകളിൽ ഒരു ചിരിയുണ്ടായിരുന്നു. സഫീനയെക്കുറിച്ച് ഒരു പ്രാവശ്യം പറഞ്ഞു കേൾക്കുമ്പോഴൊക്കെ കാരണമില്ലാതെ ഒരാദി ആലിയുടെ നെഞ്ചിൽ ഉടലെടുത്തു തുടങ്ങി. അപ്പോഴേക്കും തൻ്റെ മുഖത്തേക്ക് പോലും നോക്കാത്ത ഫൈസിയുടെ മുഖം മുന്നിൽ തെളിഞ്ഞു വരുന്നത് കാണവേ മിഴികൾ ഇറുകെ പൂട്ടി അവൾ. സഫീന തിരിച്ചു വരുമോ? വന്നാൽ ഈ മക്കളെ തിരികെ ചോദിക്കുമോ? ആ മനുഷ്യനിൽ വീണ്ടും അധികാരം നേടാൻ ശ്രമിക്കുമോ? ഉള്ളിലുടലെടുക്കുന്ന പലവിധ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരമില്ലാതെ കുഴഞ്ഞുപോയി അവൾ. അവളോടായിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ഉള്ളമാകെ ഒരു നീറ്റൽ പരക്കുന്നതറിഞ്ഞവൾ നിറയുന്ന കണ്ണുകൾ അമർത്തി തടവി തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടത് കുഞ്ഞുമോനെയാണ്. അവളെ തന്നെ അവൻ നോക്കി നിൽക്കുകയാണ്.
പെട്ടെന്ന് അവളിൽ ഒരു സന്തോഷം നിറഞ്ഞു. അതിരങ്ങൾ ഒന്ന് വിടർന്നു. പക്ഷേ അവൻ അപ്പോൾ തന്നെ ഓടി ഫാസിലായി ചുറ്റിപ്പിടിച്ചു നിന്നു. ആഹാ, ഇതെപ്പോ എണീച്ചു? കുറച്ചുകൂടെ കിടന്നുറങ്ങിക്കൂടെ എൻ്റെ കുഞ്ഞുമോനെ? രാത്രി കരഞ്ഞു വിളിച്ച് കിടന്നതല്ലടാ ചെക്ക നീ? അവൾ അവനെ പൊക്കിയെടുത്തുകൊണ്ട് കൊഞ്ചലോടെ ചോദിച്ചു. അവൻ അപ്പോഴും ആലിയിൽ തന്നെ നോട്ടമെറിഞ്ഞുകൊണ്ട് ഫാസിലയുടെ തോളിലേക്ക് ചാഞ്ഞു. ഇന്നലെ ഈ ആലി ഉമ്മയാ കുഞ്ഞുമോനെ തോളിലിട്ടുറക്കിയെടുത്തോ? ഈ ആലി ഉമ്മയാണ്. മോൻ അറിഞ്ഞില്ലേ അത്? മോൻ അറിഞ്ഞോ വല്ലതും? അവൻ്റെ മുഖത്തേക്ക് തൻ്റെ മുഖം തിരിച്ചു വെച്ചുകൊണ്ട് ഫാസില ചോദിച്ചു. ഇല്ലെന്ന് അവന് കാണിച്ചു. ഇല്ല. അല്ല മാമി, ഇന്നങ്ങ് പോട്ടോ. ഇനി ആലി ഉമ്മയാണ് നിങ്ങളെ നോക്കുന്നത്. നല്ല മക്കളായിട്ട് ആലി ഉമ്മയോടൊപ്പം ഇവിടെ കഴിയാനട്ടോ. ഇല്ല. കുഞ്ഞുമോനെ കൊഞ്ചിച്ചത് പറഞ്ഞതിന് പുറകെ തന്നെ ഇല്ലെന്നുള്ള അവൻ്റെ മറുപടിയും വന്നു. എന്നാൽ ആലിയെ പെട്ടെന്ന് കുഞ്ഞുമോൻ്റെ അടുത്തത് വന്നിട്ട് പറഞ്ഞു. നീ ഉമ്മയെ മറന്നോ? ഉമ്മയല്ലേ ഇന്നലെ മോനെ ഉറക്കിയത്? ഉമ്മയുടെ തോളിൽ കിടന്നല്ലേ മോനെ ഉറങ്ങിയത്? മോൻ മറന്നോ? വേണ്ട, എനിക്ക് ഉമ്മയെ വേണം, എൻ്റെ ഉമ്മയെ. എന്നാൽ അമ്മായി അവർ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ കുഞ്ഞുമോനെ, ആ ഉമ്മച്ചി നോക്കണ്ട, ഇതാണ് മോൻ്റെ ഉമ്മച്ചി. മോൻ്റെ ഉമ്മച്ചി പാവല്ലേ ആലി ഉമ്മച്ചി? നല്ല രീതിയിൽ സ്നേഹവും ഒക്കെ ഉള്ള ഉമ്മച്ചിയല്ലേ? നല്ല ഉമ്മച്ചിയാണ് കേട്ടോ. ഉമ്മാൻ്റെ കുട്ടി ഇനി ആലി ഉമ്മയുടെ കൂടെ എപ്പോഴും നിൽക്കണം കേട്ടോ. അവരുടെ അടുത്ത് കിടന്നുറങ്ങണം കേട്ടോ. പാവല്ലേ ആലി ഉമ്മച്ചി? ഒരു നിമിഷം അവൻ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി. പാവം റബ്ബേ, നിഷ്കളങ്കമായ എത്ര ചെറിയ മോന് ഉമ്മയുടെ സ്നേഹം കിട്ടി വളരേണ്ട കുഞ്ഞാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വിധി. റബ്ബേ പഠിച്ചോനെ, എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്ക് റഹ്മാനെ, ആമീൻ. ആലിയ ആ പൊന്നുമോനെ വാങ്ങുവാൻ വേണ്ടി നിന്നു. പക്ഷേ അവൻ ആലിയുടെ അരികിലേക്ക് പോകുന്നില്ല. റബ്ബേ, എന്നെ സ്നേഹിക്കാനുള്ള മനസ്സ് കുട്ടികൾക്ക് നൽകണേ അല്ലാ. ഞാൻ എന്നെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ സ്നേഹവും വാത്സല്യവും കുട്ടികൾക്ക് കൊടുക്കുക റഹ്മാനെ. ഒരിക്കലും പറ്റുമ്മ കൊടുത്തതിന് തുല്യമാവില്ല. എന്നാലും കഴിയുന്നത്ര ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കും. എൻ്റെ മക്കളെ പോലെ തന്നെയല്ലേ, എൻ്റെ മിസ്രി മോളെ പോലെ തന്നെയാണ് ഫൈസിക്കയുടെ മക്കളും. ഒരു നിമിഷം അവൾ സഫീനയെ ഓർത്ത്. റബ്ബേ, അവളെങ്ങാനും കയറി വരുമോ? അതും പേടിയുണ്ട്. പഠിച്ചോനെ അല്ലാ, നീ കാക്ക്. പക്ഷേ ഇതുവരെയായിട്ട് ഫൈസിയും ആലിയും ഒരുമിച്ചിട്ടില്ല. അവർ ഒരുമിച്ച് കിടന്നിട്ടില്ല. അവർ ശരിക്ക് സ്വസ്ഥമായ രീതിയിൽ സംസാരിച്ചിട്ടില്ല. അവർ രണ്ടുപേരും അവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. ഫൈസിയുടെ മനസ്സിൽ വല്ലാത്ത ടെൻഷൻ, ആലിക്കാണെങ്കിൽ പേടി. സത്യം പറഞ്ഞാൽ അവർ രണ്ടുപേരും ഒരുമിച്ച് അവരെന്നായിരിക്കും നല്ലൊരു ജീവിതത്തിലേക്ക് ഒരുമിച്ച് കൂടുക? ഫാസിലയുടെ മനസ്സിൽ അതായിരുന്നു ചിന്ത. റബ്ബേ, അവരുടെ ഇടയിൽ സ്നേഹം നീ വർദ്ധിപ്പിച്ചു കൊടുക്കല്ല. നല്ല ദാമ്പത്യ ജീവിതം അവർക്ക് നീ പ്രദാനം ചെയ്യല്ല. ഫാസില പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം പിന്നീട് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.